നമുക്ക് ഇന്നത്തെ ശ്രീകൃഷ്ണ സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ഹെൽപ്പ് ഈസ് ഓൺ ദ വേ ആണ്. നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ആത്മീയപരമായും ഭൗതികപരമായും നിങ്ങൾക്ക് സഹായം വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ആവശ്യമായിട്ടുള്ള ഗൈഡൻസ്, സഹായം, ക്ലാരിറ്റി ഇതെല്ലാം കിട്ടുന്നതിനായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കുക. പ്രതീക്ഷ കൈവിടണ്ട എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. ഈ സഹായം നിങ്ങൾക്ക് പല രീതിയിലും എത്തിച്ചേരുന്നതാണ്. ചിലപ്പോൾ ഒരു മെസ്സേജ് വഴിയാകാം, ചില ആളുകൾ വഴിയാകാം. എന്തായിരുന്നാലും നിങ്ങൾ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ തയ്യാറാവുക. നിങ്ങളിലോട്ട് ഒരു സഹായം ഭഗവാനായിട്ട് തന്നെ തരുന്നതാണ് എന്നാണ് ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ അത് സ്വീകരിക്കാനായി നിങ്ങൾ തയ്യാറായിരിക്കുക എന്നുള്ളതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന മെസ്സേജ്. അടുത്തത് ഡിവൈൻ ദർശനാണ്. നിങ്ങളിപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായി കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ സാന്നിധ്യം വരെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് സ്വപ്നങ്ങളിലൂടെയോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വഴിയോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള നിങ്ങളുടെ ലൈഫിൽ വരാവുന്ന സംഭവ വികാസങ്ങളിലൂടെയോ അത് സാധ്യമാകുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഭഗവാനെ നേരിട്ട് ഭഗവാന്റെ സാമീപ്യം അറിയാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. അത് ഒന്നുകിൽ നിങ്ങളുടെ സ്വപ്നം വഴി, അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ദർശനം കിട്ടിയേക്കാം, അല്ലെങ്കിൽ ഇൻറ്റ്യൂഷനിലൂടെയോ, അല്ലെങ്കിൽ അത് ഭഗവാന്റെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവ വികാസങ്ങളിലൂടെയോ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ആത്മീയപരമായും അതുപോലെ വ്യക്തിപരമായും ധാരാളം നേട്ടങ്ങൾ വരുന്നൊരു സമയമായിട്ട് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങൾ അത് സ്വീകരിക്കാനായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെയും നിറഞ്ഞ മനസ്സോടുകൂടിയും അതിനായി തയ്യാറാവുക, അത് സ്വീകരിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ സോളിൻ്റെ യാത്രയ്ക്ക് ഭഗവാൻ അനുഗ്രഹങ്ങളും എല്ലാം ശരിയായ രീതിയിൽ അലൈനാകാനുള്ള സഹായങ്ങളും ചെയ്തു തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ തരുന്നുണ്ട്. അടുത്തത് പ്രസൻസ് ഓഫ് മൈൻഡാണ്. ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾക്കൊരല്പം ദുർഘടമായ സാഹചര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരാം. ഇവിടെ നിങ്ങൾ ശാന്തതയോടെയും ബുദ്ധിപരമായും ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. എടുത്തുചാട്ടം നന്നല്ല, നന്നായിട്ട് ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുക. വ്യക്തതയോടെയും ബോധത്തോടെയും നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. നിങ്ങളുടെ ക്ഷമയുടെയും അതുപോലെ തന്നെ നിങ്ങളുടെ വിവേചന ബുദ്ധിയെയും അളക്കുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ പോകുന്ന ഒരു സമയമായിരിക്കും ഇത്. അതുകൊണ്ട് നല്ലൊരു മുന്നറിയിപ്പാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ വരും ദിവസങ്ങളിൽ. അടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് ഡിവൈൻ ബ്ലെസ്സിങ് ആണ്. ഇവിടെ നമുക്ക് നേരത്തെ കിട്ടിയ അതേ മെസ്സേജ് തന്നെയാണ് ഇവിടെയും ഭഗവാൻ ഒരിക്കൽ കൂടി തരുന്നുണ്ട്. നിങ്ങൾക്ക് വീണ്ടും അനുഗ്രഹങ്ങളൊക്കെ ലൈഫിലോട്ട് വരുന്നു എന്നതിൻ്റെ ഒരു ഉറപ്പ് തന്നെയാണ് ഇവിടെയും തരുന്നത്. അതിൻ്റെ ഒരു കാർഡ് തന്നെയാണ് ഭഗവാന്റെ ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടും ആത്മീയപരമായിട്ടും പടിപടിയായി നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകുന്നു എന്നുള്ള മെസ്സേജ് തന്നെയാണ് ഇവിടെയും തരുന്നത്. നിങ്ങളുടെ പല സ്വപ്നങ്ങളും പൂവണിയുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുന്നതായിട്ടും ഇവിടെ നിങ്ങൾ ആത്മീയ ഉന്നതിയിൽ എത്തിച്ചേരുന്നതായിട്ടും ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട്. അപ്പോൾ അത് സ്വീകരിക്കാൻ നിങ്ങൾ നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുക. എല്ലാത്തിനും കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ ഭഗവാനോട് നന്ദി പറയുക. അതുപോലെ ഉണങ്ങാത്ത മുറിവുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും ഹൈ എനർജി വൈബിൽ നിങ്ങൾ തുടരാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഈ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അത് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത ഗീത ടെക് എന്നുള്ളത് ഈക്വൽ വിഷനാണ്. യഥാർത്ഥ ജ്ഞാനമുള്ളവർക്ക് സകല ചരാചരങ്ങളിലും ഭഗവാനെ കാണാൻ കഴിയും എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. ഓരോ ജീവജാലങ്ങളിലും
കുടികൊള്ളുന്നത് ഭഗവാന്റെ തന്നെ ചൈതന്യമാണ് എന്ന അവബോധം ഉണ്ടാകണം എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഭഗവാന്റെ തന്നെ അംശ അവതാരങ്ങൾ തന്നെയാണ് ഓരോ ജീവജാലങ്ങളും. ഭഗവാൻ അതുകൊണ്ട് ഓരോ ജീവജാലങ്ങളും പ്രിയപ്പെട്ടതാണ്, എല്ലാവരും തുല്യര് തന്നെയാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട്. ജീവഹിംസ അരുത് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഓരോ ജീവനും നിങ്ങൾ ഓരോ ജീവനും തുല്യരാണെന്നും ആ ഒരു കാര്യം നിങ്ങൾ അംഗീകരിക്കാനും അതുപോലെ തന്നെ സഹജീവികളോട് കരുണ കാണിക്കാനും ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. എല്ലാത്തിനും എല്ലാ ജീവജാലങ്ങളിലുമുള്ള സോൾ എന്ന് പറയുന്നത് അമൂല്യമായ കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ ഈക്വൽ പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ കാത്തു രക്ഷിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരെയും അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങളെയും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവയോട് കരുണ കാണിക്കുക, പരിപാലിക്കുക. എല്ലാ സോളും ഒന്ന് തന്നെയാണ്, എല്ലാം ഭഗവാന്റെ തന്നെ ചൈതന്യമാണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണം എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അടുത്ത മെസ്സേജ് കോൺകറിങ് ലസ്റ്റ് ആണ്. അമിതമായ ആഗ്രഹങ്ങൾക്ക് നിങ്ങൾ കടിഞ്ഞാണിടുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, അവനവൻ്റെ സോൾ പവർ എന്താണെന്ന് സ്വയം മനസ്സിലാക്കി ബുദ്ധിപരമായി നിങ്ങൾ ഇന്ദ്രിയപരമായ സകല ആഗ്രഹങ്ങൾക്കും ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ള മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത്. എല്ലാം ആവശ്യത്തിന് നല്ലതാണ്, അധികമായാൽ അമൃതം വിഷമാണ് എന്നുള്ളൊരു തത്വം നിങ്ങൾ മനസ്സിലാക്കുക എന്നിവിടെ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അടുത്തത് അൺഅഫക്റ്റഡ് ബൈ ഡിസയേഴ്സ് ആണ്. ഇവിടെയും ആഗ്രഹത്തിൻ്റെ കാര്യം തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ആഗ്രഹങ്ങൾക്കൊപ്പം മനസ്സിനെ ചഞ്ചലപ്പെടുത്താതെ മുന്നോട്ട് പോകുന്നവർക്ക് ജീവിതത്തിൽ മനസ്സമാധാനം ലഭ്യമാകുന്നതാണ്. ആഗ്രഹങ്ങളെ തേടിപ്പിടിച്ച് അതിനൊപ്പം നിങ്ങൾ പോകാതെ അവനവനെ മനസ്സിലാക്കി മനസ്സമാധാനം കൈവരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. ഒന്നിനോടും അമിതമായ ആസക്തിയോ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റോ പാടില്ല എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 കാർഡ് അമിതമായ ആഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് ആഗ്രഹ പൂർത്തീകരണത്തിന് എല്ലാം ചെയ്തു തരും എന്നൊരു മെസ്സേജും ബ്ലെസ്സിങ്സ് ഒക്കെ വരുന്നുണ്ട് എന്നൊരു മെസ്സേജും തരുന്നുണ്ട്. അത് കൂടാതെ ആർക്കൊക്കെയോ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മെസ്സേജാണ്. മാനിഫെസ്റ്റേഷനൊക്കെ ഒന്ന് സൂക്ഷിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇവിടെ 2 കാർഡിലും ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്, അമിതമായ ആഗ്രഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണോ എന്നുള്ളതൊക്കെ ഒന്ന് വിചിന്തനം ചെയ്യുക. അപ്പോൾ ഇത്രയാണ് മെസ്സേജ്. അപ്പോൾ എല്ലാവരും ബ്ലെസ്സിങ്സ് ഒക്കെ സ്വീകരിക്കാൻ തയ്യാറാവുക. അതുപോലെ തന്നെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞ് പ്രവർത്തിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.